ഇനി മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവിലേക്കാണ്. നിലമേലിൽ അപകടത്തിൽപ്പെട്ട സ്കൂൾ ബസിന്റെ ഷോക്ക് അബ്സോർവർ ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് കെട്ടിവച്ച നിലയിലായിരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ്. വാഹനത്തിന്റെ മോശം അവസ്ഥ വെളിവാക്കുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് വിശദ പരിശോധന നടത്തുമെന്ന് കൊല്ലം എൻഫോഴ്സ്മെന്റ് RTO AK ദിലു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. തിരുവനന്തപുരം കിളിമാനൂർ പാപ്പാല വിദ്യാജ്യോതി LP സ്കൂളിലെ ബസ്സാണ് ഇന്ന് അപകടത്തിൽപ്പെട്ടത്. ഞങ്ങൾക്ക് തോന്നുന്നത് ആ ഡിഫറൻഷ്യൽ യൂണിറ്റോട് ചേർന്നുള്ള രണ്ട് ഷോക്കുകളിലോ ഒന്നിന്റെ മൗണ്ടിങ്ങിന് അത് പുറത്തോട്ട് ചാടി നിൽക്കുന്നത്, അതൊരു കയർ വെച്ച് കെട്ടിയിരിക്കുന്നതായിട്ടാണ് ഇപ്പൊ കാണുന്നത്. ഒരു പക്ഷേ എപ്പോഴെങ്കിലും ഇതിങ്ങനെ കിടന്ന് അടിക്കുന്നത് കൊണ്ട് അവരത് ചെയ്ത് വെച്ചായിരിക്കും. എന്നാലും അതൊരു ഇംപ്രോപ്പർ മെയിൻ്റനൻസ് രീതിയാണ്. അതൊരു അലംഭാവം അവരുടെ അതോറിറ്റീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അത് നോക്കണം. ഞാനിപ്പോൾ അവരുമായിട്ട് അതോറിറ്റീസായിട്ട് സംസാരിക്കുന്നതിന്റെ ലാസ്റ്റ് മെയിൻ്റനൻസ് ഡീറ്റെയിൽസ് ഒക്കെ എടുക്കണം. എനിക്ക് തോന്നുന്നു 2012 മുകളിൽ വണ്ടിയാണ്. 2012 മുകളിലെന്ന് പറയുമ്പോൾ അതിൻ്റെ 13 വർഷത്തെ പഴക്കം. അതൊരു ഒരുപാട് വലിയ പഴക്കമൊന്നും പറയാനും പറ്റത്തില്ല. സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ഉണ്ട്. പിന്നെ ബ്രേക്കിന്റെ കാര്യത്തിൽ പറയാൻ ഇദ്ദേഹം ഒരു 72 വയസ്സ് പ്രായമുള്ള ഒരാളാണ് വണ്ടി ഓടിച്ചിരുന്നെന്ന് അറിയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഹിസ്റ്ററി നോക്കണം. അദ്ദേഹം ഇതിന് മുൻപ് ഇങ്ങനെ അപകടം ഉണ്ടാക്കിയിട്ടുള്ളതാണോ അതൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കണ്ണൻ നായർ വിവരങ്ങളുമായി. കണ്ണൻ, 22 കുട്ടികൾ, അതും വലിയ പ്രായമില്ല, ചെറിയ കുട്ടികളാണ്. അവർക്ക് പരിക്കേറ്റ അവർ ഉണ്ടായിരുന്ന വാഹനത്തിന്റെ മോശം സ്ഥിതിയുടെ ദൃശ്യങ്ങളാണ് ഈ പുറത്തു വരുന്നത്. ഇങ്ങനെ കയർ ഉപയോഗിച്ചും വള്ളി ഉപയോഗിച്ചുമൊക്കെ കെട്ടി സ്കൂളിലെ കുട്ടികളെ കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ മരണം കയ്യിൽ പിടിച്ച് വാഹനം ഓടിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും രതീഷ്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാര്യം ഇത് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന ബസ്സാണ്. 12-13 വർഷം പഴക്കമുള്ള ബസ്സാണ്. ആ ബസ്സിന്റെ ഷോക്ക് ഓബ്സർ ആണ് ആ ഭാഗത്ത് ഒരു ഇരുമ്പിന്റെ ഒരു കമ്പിയും അതുപോലെ തന്നെ ഒരു കയറും ഉപയോഗിച്ച് കെട്ടിവെച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും അങ്ങനെ ആ വാഹനം ഓടിക്കാൻ പാടുള്ളതല്ല. കാര്യം ഈ കുട്ടികളെ ഒക്കെ തന്നെ ബസ് ഫീസ് വാങ്ങിച്ചിട്ടൊക്കെ തന്നെ ആയിരിക്കും ഒരു ബസ് പുറത്തിറക്കുക. അതുകൊണ്ട് തന്നെ അതിന്റെ മെയിൻ്റനൻസ് നടത്താനുള്ള ഒരു ബാധ്യത കൂടി സ്കൂൾ അധികൃതർക്ക് കാട്ടേണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടമാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ അപകടം, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അപകടം ഈ ഷോക്ക് അബ്സോർവറിന്റെ പ്രശ്നം മൂലമല്ല, അത് ബ്രേക്ക് നഷ്ടമായത് മൂലമാണ്. അത് എന്തുകൊണ്ടാണ് ബ്രേക്ക് നഷ്ടമായതെന്ന് സംബന്ധിച്ചൊരു വിശദമായിട്ടുള്ള പരിശോധന എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് നടത്തും. പക്ഷേ ഇത് കൃത്യമായിട്ടുള്ള ഒരു നിയമലംഘനം തന്നെയാണ്. അല്ലെങ്കിൽ ബസ് കൃത്യമായി ഒരു അറ്റകുറ്റപ്പണി നടത്താത്തത് മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ഷോക്ക് അബ്സോർവറിന്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അപകടം വിളിച്ചു വരുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഈ ദൃശ്യങ്ങൾ എൻഫോഴ്സ്മെന്റ് RTO AK ദിലുവിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം അവിടേക്ക് നേരിട്ടെത്തി പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ബസ്സിന്റെ കണ്ടീഷൻ വളരെ മോശമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബസ് വിശദമായി തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, 72 വയസ്സുള്ള വ്യക്തിയായിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. അദ്ദേഹം നേരത്തെ ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള ഒരു വിവരങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഡ്രൈവറിൽ നിന്ന് ശേഖരിക്കാൻ വേണ്ടി ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന് സാധിച്ചിട്ടില്ല. എടുത്തു പറയേണ്ടത്, ഇത് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന ഒരു ബസ്സാണ്. ആ ബസ്സിലാണ് ഇത്തരത്തിലുള്ളൊരു നിയമലംഘനം നടത്തിയിട്ടുള്ളത്. ഈ ദൃശ്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എനിക്കും അത്ഭുതം തോന്നി. കാര്യം അപകടത്തിന്റെ പിന്നാലെ യാദൃശ്ചികമായി ലഭിച്ച ഒരു ദൃശ്യമായിരുന്നു ഈ കാണുന്ന ഈ ഷോക്ക് അബ്സോർവർ ഒരു കയറും അതുപോലെ ഒരു കമ്പി ഉപയോഗിച്ച് കെട്ടിവെച്ചിരിക്കുന്ന ഒരു ദൃശ്യം. ഒരു 5 സെക്കൻഡ് മാത്രമുള്ള ദൃശ്യമായിരുന്നു. പിന്നീടാണ് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ദൃശ്യങ്ങൾ പകർത്തുകയും അതിനുശേഷം മോട്ടോർ വാഹന വകുപ്പിൽ കാര്യങ്ങൾ പരിശോധിക്കുകയൊക്കെ തന്നെ ചെയ്തത്. എന്തായാലും ഇത് വലിയൊരു നിയമലംഘനം തന്നെയാണ്. ഇത് മൂലം എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭാവിയിൽ ഓർത്ത് ദുഃഖിക്കുക എന്നുള്ള കാര്യം മാത്രമായിരിക്കും ചെയ്യാൻ സാധിക്കുക. അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചത് ഇതുമൂലമാണ്. അല്ലെങ്കിൽ കുറച്ച് റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ വലിയ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്ന് വിദ്യാഭ്യാസ മന്ത്രി പലകുറി അപകടങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ആവർത്തിച്ചിരുന്നു. ഈ കൊല്ലം ജില്ലയിലെ സ്കൂൾ ബസ്സുകളിലെ പരിശോധനയൊക്കെ എങ്ങനെയാണ്? മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അതേക്കുറിച്ച് പറയുന്നുണ്ടോ? ഇങ്ങനെ കൃത്യമായി പരിശോധന നടക്കാതെ പോയിട്ടുണ്ടോ? എവിടെയാണ് വീഴ്ച? ഇങ്ങനെ ഒരു വാഹനം അതും കമ്പി കൊണ്ടും മറ്റും കെട്ടിവെച്ച് ഓടിക്കുന്ന സ്ഥിതി ഉണ്ടാകുമ്പോൾ വലിയ ഗൗരവതരമായ സംഭവമാണല്ലോ. എവിടെയാണ് ആ വീഴ്ച എന്ന കാര്യത്തിലൊക്കെ വ്യക്തത ഉണ്ടാകുന്നുണ്ടോ? രതീഷ്, സംസ്ഥാനത്താകമാനം ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് സ്കൂൾ ബസ്സുകളുടെ എല്ലാം പരിശോധന നടത്താറുണ്ട്. സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസിന്റെ പരിശോധന 3-4 ദിവസമായി ഓരോ താലൂക്കുകളിലും നടത്തുന്ന ഒരു രീതിയുണ്ട്. ഈ ബസ് തിരുവനന്തപുരം ജില്ലയിൽ ഉള്ള ബസ്സാണ്. തിരുവനന്തപുരം ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബസ്സാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇത് പരിശോധിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ച ശേഷമാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളത്. ആ പരിശോധിച്ച സമയത്ത് കൃത്യമായിട്ട് ഇത് ഒരു ഇല്ലായിരിക്കാം. പക്ഷേ അതിനുശേഷമായിരിക്കാം ഈ ഷോക്ക് അബ്സോർവറിന്റെ അവിടെ നിന്ന് ഒരു ഭാഗം പുറത്തേക്ക്
തള്ളിപ്പോവുകയും അത് ഊരിപ്പോരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്. ആ സാഹചര്യത്തിൽ ഒരു ഇരുമ്പ് കമ്പിയും അതുപോലെ തന്നെ കുറച്ച് കയറ് ഉപയോഗിച്ച് കെട്ടിവെച്ചിരിക്കുകയാണ്. ആ കയറ് കമ്പിയും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പൂർണ്ണമായും ആ ഷോക്ക് അബ്സോർബർ താഴേക്ക് അഴിഞ്ഞു വീഴുക അല്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യം ഏറ്റവും എടുത്തറിയാവുന്നത് ഈ സ്കൂൾ അധികൃതർക്കാണ്, സ്കൂൾ ബസിന്റെ ചുമതലയുള്ള അവിടുത്തെ സ്കൂൾ മാനേജ്മെന്റിനാണ്, അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാർക്കാണ്. പക്ഷെ അവർ അതൊന്നും പരിശോധിക്കാതെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അറ്റകുറ്റപ്പണി നടത്താതെ ഈ സ്കൂൾ ബസ് ഓടിക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും ആ ബസ് ഓടിക്കോട്ടെ, ഈ കുട്ടികളിലാണ് ആ ബസ്സിനകത്ത് ഇരിക്കുന്നതെന്നുള്ള ഒരു പരിഗണന പോലും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. ഏതെങ്കിലും തരത്തിലൊരു അപകടം ഉണ്ടായാൽ അത് വലിയ ദുരന്തത്തിലേക്ക് വഴിവെക്കാനുള്ള സാധ്യത ഏറെയാണ്. പക്ഷേ ഇന്നുണ്ടായ അപകടം ഈ ഷോക്ക് അബ്സോർബറുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമല്ല. പക്ഷേ അതിന്റെ ബ്രേക്ക് നഷ്ടമായിട്ടുണ്ട്. ബ്രേക്ക് നഷ്ടമാകാനുള്ള കാരണം എന്താണെന്ന് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. 13 വർഷം പഴക്കമുള്ള ബസ്സാണ്. ആ ബസ് വലിയ കാലപ്പഴക്കം അല്ലെങ്കിൽ പോലും മോശം അവസ്ഥയിലാണ്, മോശം കണ്ടീഷനിലാണ് എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് RTO AK ദിലുവിന്റെ വാക്കുകൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മോശം കണ്ടീഷനാണ് ആ ബസ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വിശദമായിട്ടുള്ള ഒരു പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുള്ളതും. ശരി, നിലമേലിൽ അപകടത്തിൽപ്പെട്ട സ്കൂൾ ബസിന്റെ ഷോക്ക് അബ്സോർബർ ഇരുമ്പ് കമ്പിയും കയറുമൊക്കെ ഉപയോഗിച്ച് കെട്ടിവെച്ച നിലയിലാണ്. വാഹനം മോശം അവസ്ഥയിലാണ് എന്ന് വെളിവാക്കുന്ന ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചത്. വിശദമായി പരിശോധിക്കുന്നു എന്താണ് കൊല്ലം എൻഫോഴ്സ്മെന്റ് RTO AK ദിലുവിന്റെ പ്രതികരണം. തിരുവനന്തപുരം കിളിമാനൂർ പാപ്പാല വിദ്യാജ്യോതി LP സ്കൂളിലെ ബസ് അപകടത്തിൽപ്പെട്ട് 22ഓളം കുട്ടികളാണ് ആ ബസ്സിലുണ്ടായിരുന്നത്. കുട്ടികൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. വിവിധ ആശുപത്രികളിൽ അവർ ചികിത്സയിൽ കഴിയുന്നു. കണ്ണൻ നായരാണ് ആ വിവരങ്ങൾ നൽകിയത്.